ആ ഇത്ര പെട്ടെന്ന് തീർന്നോ? ഇല്ലേട്ടാ, 1-2 മണിക്കൂർ നേരത്തെ പണി കൂടി ഉണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകണം വൈഫുമായിട്ടേ. അതൊന്നും നടക്കത്തില്ല. പണി തീർത്തിട്ട് പോയാൽ മതി നീ ഇന്ന്. അത് ഹോസ്പിറ്റൽ കേസല്ലേടി, അവൻ പോയിട്ട് വരട്ടെ. നിങ്ങളൊന്നും ഉണ്ടായിരുന്നു മനുഷ്യ. അയ്യോ അങ്ങനെ പറയില്ലേ ചേച്ചി, വളരെ അത്യാവശ്യമാണ്. ബാക്കി പണിയൊക്കെ നാളെ വന്ന് തീർത്തോളാം. ഇവിടെ നിന്നാണ് ഒരു വണ്ടി പോലും കിട്ടത്തില്ല. ഇപ്പം പോയാലേ പറ്റത്തുള്ളൂ. നീ ഇതിപ്പോൾ ചെയ്യാതെ പോയാൽ നിനക്ക് 1 രൂപ പണിക്കൂലി തരത്തില്ല കേട്ടോ. നീ ചുമ്മാ ഇരിക്കുക, കുറച്ചുകൂടെ അല്ലേ ബാക്കിയുള്ളൂ. ഓ ചേച്ചിയുടെ വല്ലാത്തൊരു സ്വഭാവം തന്നെയാണ്. അവനെൻ്റെ സ്വഭാവം അങ്ങോട്ട് പിടിച്ചില്ല. എൻ്റെ പൊന്നി ചേട്ടാ, നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. നിങ്ങളൊരു മാന്യനായതുകൊണ്ട് ഞാൻ ഒന്നും പറയാത്തെ. ഞാൻ പോവാ, നിങ്ങളുടെ പണിയും വേണ്ട പൈസയും വേണ്ട. എടാ എനിക്ക് പോകാൻ പറ്റട്ടെ. ഡേ നീ തന്നെ എന്താടി ഇന്ന് നിന്റെ അഭിനയം അത്ര പോരല്ലോ. എന്നെ എന്നാത്തിന് ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നത്? ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടാൻ മേലെ നിങ്ങൾക്ക്. അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോടി? ഇങ്ങനെയൊക്കെ ചെയ്യിക്കാൻ പിന്നെ വേറെ ആരാ എനിക്കുള്ളത്? എന്നെ കൊള്ളരുതാത്തോളാക്കിയിട്ട് നാട്ടുകാരുടെ മുന്നേ നിങ്ങൾ കുറേ നാളായില്ലേ നല്ലവനാകാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും ഇതൊന്നും നിർത്തിക്കൂടെ? നിർത്തത്തില്ലടി ഞാൻ. നീ എത്രത്തോളം നാറിയായിട്ട് അഭിനയിക്കുന്നോ അത്രത്തോളം നല്ലവനെന്നുള്ള മൈലേജ് എനിക്ക് കിട്ടും. അത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാടി. ആ സുഖം എനിക്ക് നീയും വേണം. എൻ്റെ ദൈവമേ, എന്തിനാ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നീ ചെല്ലേ, കൂലി കൊടുക്കാതെ മാക്സിമം അവനെ വെറുപ്പിച്ചങ്ങ് പറഞ്ഞു വിട്. ദൈവത്തെ ഒത്തിരി വേണ്ട, ആ പൊക്കോട്ടെ. ചെല്ലടി. അവനെ കാണുന്നില്ലല്ലോ. ഞാനിവിടെ ഉണ്ടേ. ഏതാടാ നീ? ആ ബെസ്റ്റ്. ചേട്ടനും ഈ സ്ത്രീയുടെ സ്വഭാവമായോ? ഞാൻ എത്ര നേരം ഇവിടെ കിടന്ന് പണതും സംസാരിച്ചൊക്കെ നിങ്ങൾ മറന്നോ? അത് നീ അല്ലായിരുന്നല്ലോ. അത് ഞാൻ തന്നെ ആയിരുന്നു ചേച്ചി. ഞാൻ പോകാൻ തുടങ്ങിയപ്പോഴല്ലേ നിങ്ങൾ രണ്ടും കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടങ്ങോട്ട് പോയത്. ഏതാടാ നീയൊക്കെ? ഇവിടെ കിടന്ന് കളിക്കാനാ ഭാവമെങ്കിൽ തീർത്ത് കളയും ഞാൻ. വേഗം സ്ഥലം കാലിയാക്കടാ. ചേട്ടാ, പൈപ്പറഞ്ച ഇതെടുക്കാൻ വേണ്ടി പോയതാ. പണിയാൻ ഇതാ ബെസ്റ്റ്.